ഐ വുഡ് ലൈക്ക് എങ്ങനെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാം. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വുഡ് ലൈക്ക് ആൻഡ് ലൈക്ക്? എന്താണ് വുഡ് ലൈക്കും ലൈക്കും തമ്മിലുള്ള വ്യത്യാസം? വുഡ് ലൈക്ക് ഈസ് യൂസ്ഡ് ടു മീൻ വാണ്ട്, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മോർ പൊളൈറ്റ് എക്സ്പ്രഷൻ. നമ്മുടെ ഒരു ആവശ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെക്കുറിച്ച് അതും വളരെ മര്യാദയോടുകൂടി പൊളൈറ്റായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വുഡ് ലൈക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണയായി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്നതായ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈക്കാണ്. എനിക്ക് ഒരു കപ്പ് ചായ വേണം. ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ. എനിക്ക് ഒരു കപ്പ് ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ പ്ലീസ്. രണ്ട് സെൻറ്റൻസുകളിലും ഒരേ ആശയമാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ രണ്ടിൻ്റെയും ചോദ്യത്തിൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ പ്ലീസ് കൂടി ചേർത്തപ്പോൾ വളരെ മര്യാദയോടുകൂടി നമുക്ക് ചോദിക്കാൻ കഴിയും. ഇതാണ് വുഡ് ലൈക്ക് എന്നതിൻ്റെ പ്രത്യേകത. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് വായന ഇഷ്ടമാണ്. ഐ ലൈക്ക് റീഡിങ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹാബിറ്റിനെക്കുറിച്ച്, ഇഷ്ടങ്ങളെക്കുറിച്ച് എന്നിവയൊക്കെ പറയാനാണ് നമ്മൾ ലൈക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് വുഡ് ലൈക്കും ലൈക്കും തമ്മിലുള്ള വ്യത്യാസം. വുഡ് ലൈക്ക് പ്ലസ് നൗൺ എങ്ങനെ ഉപയോഗിക്കാം? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ വുഡ് ലൈക്ക് സം വാട്ടർ പ്ലീസ്. അവൻ ഒരു പുതിയ ജോഡി ഷൂസ് ആഗ്രഹിക്കുന്നു. ഹി വുഡ് ലൈക്ക് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. അതുപോലെ നിങ്ങൾക്ക് ഒരു കോഫി വേണോ? വുഡ് യു ലൈക്ക് എ കോഫി പ്ലീസ്? ഇതിന് നമുക്ക് എങ്ങനെ ഉത്തരം നൽകാൻ കഴിയും? ഈ ഓഫർ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഉത്തരം നൽകാൻ കഴിയും? എസ് പ്ലീസ്, എസ് താങ്ക്സ്, ഷുവർ പ്ലീസ്, ഷുവർ താങ്ക്സ്, ദാറ്റ്സ് ഓക്കെ തുടങ്ങിയൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഈ ഓഫർ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിലോ? നോ താങ്ക്സ്, നോട്ട് നൗ, പെർഹാപ്സ് ലേറ്റർ, ദാറ്റ്സ് ഓൾ റൈറ്റ്, ദാറ്റ്സ് ഓക്കെ തുടങ്ങിയവയൊക്കെ നമുക്ക് പറയാൻ കഴിയും. വുഡ് ലൈക്ക് നൗണുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. വുഡ് യു ലൈക്ക് ഓറഞ്ച്? വുഡ് ഷീ ലൈക്ക് ഐസ്ക്രീം? വുഡ് ദേ ലൈക്ക് വാട്ടർ? വുഡ് വി ലൈക്ക് എ കാർ തുടങ്ങിയവയൊക്കെ മര്യാദയോടുകൂടി സംസാരിക്കാൻ നമ്മെ സഹായിക്കുന്നത് വുഡ് ലൈക്കാണ്. ഇതിന് എസ് താങ്ക്സ്, നോ താങ്ക്സ് തുടങ്ങിയവയൊക്കെ ഉത്തരമായും നൽകാൻ കഴിയും. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ അബ്രീവിയേഷനാണ്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ അബ്രീവിയേഷൻ. ഇനി നമുക്ക് വുഡ് യു ലൈക്ക് പ്ലസ് വെർബ് നോക്കാം. കുറച്ച് വെള്ളം കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് സം വാട്ടർ. അതുപോലെ ഒരു കഷ്ണം കേക്ക് കഴിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ഷീ വുഡ് ലൈക്ക് ടു ഈറ്റ് എ പീസ് ഓഫ് കേക്ക്. അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വുഡ് നോട്ട് ലൈക്ക് ടു ഗോ ദെയർ. അതുപോലെ മറ്റൊന്നാണ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ അപ്രീസിയേഷൻ ആൻഡ് താങ്ക്സ് ടു യു ഓൾ. അതുപോലെ നമ്മുടെ ഭാഗത്തു നിന്ന് മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മര്യാദയോടുകൂടി ക്ഷമ ചോദിക്കാനും നമുക്ക് വുഡ് ലൈക്ക് ഉപയോഗിക്കാം. എൻ്റെ ഭാഗത്തു നിന്ന് അസ്വസ്ഥത ഉണ്ടാക്കിയതിന് അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം ഉണ്ടാക്കിയതിന് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ് മോസ്റ്റ് സിൻസിയർലി ഫോർ എനി എംബാരസ്മെൻറ്റ് കോസ്റ്റ്. ഏതാനും ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. നീ എൻ്റെ ഒപ്പം വരാൻ താല്പര്യപ്പെടുന്നോ? വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ? അതുപോലെ നിങ്ങളിപ്പോൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഗോ ടു ബെഡ് നൗ? വൈകുന്നേരത്തെ ഭക്ഷണം എന്നോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു കം ടു ഡിന്നർ വിത്ത് മീ? കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു നോ മോർ? അതുപോലെ ഇത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു ബൈ ദിസ്? അതുപോലെ WH ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു? നിനക്ക് എങ്ങോട്ട് പോകാനാണ് ഇഷ്ടം അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്? വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നിങ്ങൾ എവിടെ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്? വേർ വുഡ് യു ലൈക്ക് ടു സ്റ്റേ? നിങ്ങളുടെ കോഫി എങ്ങനെ ആഗ്രഹിക്കുന്നു? ചൂടോടെ വേണോ, അല്പം ഷുഗർ ആഡ് ചെയ്യണോ എന്ന രീതിയിലാണ് അത് ചോദിക്കുന്നത്. ഹൗ വുഡ് യു ലൈക്ക് യുവർ കോഫി? അതുപോലെ ആരാണ് എന്നോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നത്? ഹു വുഡ് ലൈക്ക് ടു കം വിത്ത് മീ? എപ്പോഴാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്? വെൻ വുഡ് യു ലൈക്ക് ടു മീറ്റ് ഹിം? അതുപോലെ ആരുമായാണ് അല്ലെങ്കിൽ ആരുടെ കൂടെ കൊച്ചിയിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിത്ത് ഹൂം വുഡ് യു ലൈക്ക് ടു ഗോ ടു കൊച്ചി? ഏതാനും നെഗറ്റീവ് സെൻറ്റൻസുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അദ്ദേഹത്തെ അപ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്താനായി ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വുഡൻറ്റ് വാണ്ട് ടു ഡു എനിത്തിങ് ടു ഡിസ്പ്ലീസ് ഹിം. വീട്ടിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വുഡൻറ്റ് യു ലൈക്ക് ടു ഗോ ഹോം?
ആ കാര്യമറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വുഡൻറ്റ് യു ലൈക്ക് ടു നോ ദാറ്റ് മാറ്റർ? ഇങ്ങനെയൊക്കെയാണ് വുഡ് ലൈക്കിൻ്റെ ഉപയോഗങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.